അങ്ങനെ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വോട്ട് ചെയ്യാൻ പോട്ടോ. നമ്മുടെ നാട്ടിലെ പോലും ഒന്നുമല്ല കേട്ടോ, ഒത്തിരി വ്യത്യാസമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ ഓസ്ട്രേലിയൻ സിറ്റിസൺസ് എല്ലാവരും വോട്ട് ചെയ്യുന്നതിനടുത്ത് നിർബന്ധം കേട്ടോ, അല്ലെങ്കിൽ $20 ഫൈനും കിട്ടും. വിദേശത്തുള്ള ഓസ്ട്രേലിയൻസിനും ഓസ്ട്രേലിയൻ എംബസി പോയി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പോളിംഗ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തിട്ടോ. അപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥികളും പ്രവർത്തകരൊക്കെ മാതൃകാ ബാലറ്റ് പേപ്പർ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പോളിംഗ് സ്റ്റേഷനകത്തേക്ക് ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പോളിംഗ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസേഴ്സ് നമ്മുടെ പേര് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ബാലറ്റ് പേപ്പർ തരും. ഒന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്, ഒന്ന് സെനറ്റിലേക്കും. അവിടേക്കാണ് ഈ ഇലക്ഷൻ നടക്കണേ. ഒരാൾക്ക് 12 വോട്ട് ചെയ്യാട്ടോ, 2 ഹൗസിലേക്കായിട്ട്. ശരിക്കും ഇലക്ഷൻ ഇന്ന് കേട്ടോ, എന്നാലും 10 ദിവസം മുമ്പ് ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. അതുപോലെ ഇന്ന് വോട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ കൗണ്ട് ചെയ്ത് ഒരു 10 മണിയാകുമ്പോഴേക്കും റിസൾട്ട് പറയും. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷം കേട്ടോ. മിക്ക രാജ്യങ്ങളിൽ 5 വർഷമാണ്, പക്ഷെ ഇവിടെ 3 വർഷമുള്ളൂ. പിന്നെ ഇവിടെ പ്രചാരണങ്ങളോ കൊട്ടിക്കലാശോ അങ്ങനത്തെ നാട്ടിലെ പോലത്തെ യാതൊരു പരിപാടികളും കൂടി ഇല്ല കേട്ടോ. എന്തായാലും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓസ്ട്രേലിയയിലെ വോട്ട്.